ശ്രീ കെ ജെ ജേക്കബ്, ഇപ്പോൾ വാളയാറിലെ സംഭവമാണെങ്കിലും ഈ സംഭവമാണെങ്കിലും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ തുറന്നു പറയുകയുണ്ടായി ഇക്കാര്യത്തിൽ വീഴ്ച പോലീസിന് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ. പോലീസ് ആദ്യം ഇടപെട്ടത് ശരിയായില്ല എന്ന്. ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ മാത്രം എല്ലാ കേസുകളിലും ഇത്തരത്തിലുള്ള കുട്ടികളെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന കേസുകളിൽ വീഴ്ചകൾ തുറന്നു സമ്മതിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നതും കാണേണ്ട ഒരു കാര്യം തന്നെയല്ലേ? മേഴ്സിക്കുട്ടിയമ്മ മാത്രമല്ല, മന്ത്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ ശ്രീമതി സതീദേവി അത് പറയുകയുണ്ടായി, മന്ത്രി എ കെ ബാലൻ വാളയാറിൻ്റെ കാര്യത്തിൽ പറയുകയുണ്ടായി, വി എസ് അച്യുതാനന്ദൻ പറയുകയുണ്ടായി, മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറയുകയുണ്ടായി. ഇത് അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് അല്ല, മുഖ്യമന്ത്രി പറയുന്നത് ഈ വീഴ്ചയല്ല. ശ്രീ ജേക്കബ്, മുഖ്യമന്ത്രി വീഴ്ചയല്ല, അദ്ദേഹം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത കാര്യമാണ് പറയുന്നത്. വാളയാറിലും അദ്ദേഹം വീഴ്ച പറ്റി എന്ന കാര്യം നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രി. വാളയാറിലും അദ്ദേഹം പറഞ്ഞത് പോലീസിന് ഈ പീഡനം നടന്നതായ രീതിയിലുള്ള മൊഴി കിട്ടിയിട്ടില്ല എന്നാണ്. അവിടെ പോലീസിന്റെ വീഴ്ചയല്ല അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ അവതരിച്ച സബ്മിഷന് മറുപടിയായിട്ട് പറഞ്ഞു, പോലീസിന് വീഴ്ച പറ്റി, SIയെ സസ്പെൻഡ് ചെയ്തു, CA സസ്പെൻഡ് ചെയ്തു, പക്ഷേ ഇത് ആത്മഹത്യയാണ്. എന്നിട്ട് 10 പേരടങ്ങുന്ന ഒരു സമിതി അന്വേഷണ കമ്മീഷനെ വെച്ചു. ഒരു സമിതിയെ അന്വേഷണ കമ്മീഷനായി വെച്ച് കഴിഞ്ഞാൽ ആ സമിതിയുടെ കണ്ടെത്തൽ വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എങ്ങനെ ഒരു മുൻവിധിയോട് ഇത് ആത്മഹത്യ എന്ന് പറയുന്നത്? ഞാനൊരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്, അവിടെ റിപ്പോർട്ട് വരട്ടെ, ഞാൻ 2 പേരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ്. പോലീസിനെ ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പോലീസ് പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് പോലീസ് നൽകുന്ന വിവരമാണ് പറയേണ്ടി വരുന്നത് നിയമസഭയിൽ. സഭയുടെ രേഖ പരിശോധിച്ചു, അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോലീസിന് വീഴ്ച പറ്റി. എ കെ ബാലൻ പറഞ്ഞു പോലീസിന് വീഴ്ച പറ്റി. ഇത് പറഞ്ഞ പോലെ സതീദേവി വളരെ രൂക്ഷമായി പറഞ്ഞു വീഴ്ച പറ്റി. ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് പറഞ്ഞു വീഴ്ച പോലീസിന് പറ്റിക്കൊണ്ടേയിരിക്കുന്നു. ശ്രീ സജികുമാർ, ഇത്തരത്തിൽ വീഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു ഞാൻ ഇടപെടുകയാണ്. ശ്രീ സജികുമാർ, വീഴ്ചകൾ പുറത്തു വരുന്ന ഒരു കേസാണ് കുണ്ടറ കേസും. ഇവിടെ ഉണ്ടായിരുന്നവർ സംശയം ഉന്നയിച്ച കാര്യം ഇതിന്റെ ഈ കയ്യെഴുത്ത് പ്രതിയുടെ അതിന്റെ ഫോറൻസിക് പരിശോധന, ഇതിന്റെ റിപ്പോർട്ട് വന്നതായിട്ട് താങ്കളുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ടോ? പോലീസുമായി കൂടുതൽ അടുത്ത് സംസാരിക്കാൻ കഴിയുന്നത് താങ്കൾക്കാണല്ലോ, ആ സ്ഥലത്തെ ആൾ എന്ന നിലയിൽ. അല്ല, ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല, റിപ്പോർട്ട് വന്നിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം പോലീസ് ഇപ്പോഴും കരുതുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് ആ കൊച്ചുകുട്ടി എഴുതിയതാണ് എന്ന് തന്നെയാണോ പോലീസ് സംശയിക്കുന്നത് ഇപ്പോഴും? അല്ല, പോലീസിന് സംശയമുള്ളത് കൊണ്ടാണ് ഫോറൻസിക്കിൽ അവരെ വിട്ടിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ഇവിടെയുള്ള പ്രശ്നം ഈ ജിഷ വധക്കേസ് ഉണ്ടായാലും നടി ആക്രമിക്കപ്പെടുമ്പോഴും എല്ലാം ചങ്കുറപ്പോടുകൂടി അന്തസ്സായി മുഖ്യമന്ത്രി പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത് അസംബ്ലിയിൽ. കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവങ്ങളെല്ലാം അന്തസ്സോടുകൂടി അതിന്റെ പ്രതികളെ കണ്ടെത്താൻ എടുത്ത ആർജവം നമ്മൾ കണ്ടതാണ്. ഇവിടെ 48 മണിക്കൂറായിട്ടും ഈ പറയപ്പെട്ട ആളുകൾ 9 പേർ കസ്റ്റഡിയിലുണ്ടായിട്ടും ഇത് തെളിയിക്കപ്പെടാൻ പോലീസിന്റെ എല്ലാ ആവനായുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും കഴിയുന്നില്ല. ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള ഫാമിലിയാണ്, എനിക്ക് നേരിട്ടറിയാം. അവർക്ക് ഇതൊക്കെ എങ്ങനെ മറിച്ച് കിടക്കാൻ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉള്ളവരാണ്. അവരിൽ നിന്നും ഇതിന്റെ വസ്തുതകൾ അറിയണമെങ്കിൽ കുറെ അധ്വാനിക്കേണ്ടി വരും. അതിന് കാത്തിരിക്കാനുള്ള ഒരു സൗഹൃദം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഉണ്ടാവേണ്ടത്. മന്ത്രി വി എസ് സുനിൽകുമാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആൾ വന്നുകൊണ്ടാണ് ഇടപെടുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, കുണ്ടറയിൽ മരണമടഞ്ഞ 10 വയസ്സുകാരി പീഡനത്തിന് ഇരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും പരിഗണിക്കാത്ത പോലീസിനെ എങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരും? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇവിടെ. വാളയാറിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ കുണ്ടറയിൽ ആവർത്തിക്കുകയാണ്. ഈ പോലീസിന്റെ വീഴ്ച മാത്രം പറയേണ്ടി വരികയാണല്ലോ ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്ന കാര്യവും. പോലീസിന്റെ വീഴ്ച പറയുക എന്ന ഒരു നിസ്സഹായാവസ്ഥയിലല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും. ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് എടുത്തിട്ടില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്കെതിരായി ശക്തമായ നടപടിയാണ് ഇതുവരെ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല വേണ്ടത് ശ്രീ വി എസ് സുനിൽകുമാർ. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയല്ല ആവശ്യം. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 10 വയസ്സുകാരുടെ മരണം സംഭവിച്ചിട്ട് 2 മാസമായിട്ടും ഒരാളെ പോലും പിടിക്കുവാൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് എന്ത് ചെയ്തു? ഈ ചെയ്യാതിരുന്നിട്ട് അവർക്കെതിരെ നടപടിയെടുത്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിയുവാനാണോ സർക്കാർ?
ഞങ്ങൾ ഒഴിയല്ലോ, ഞങ്ങൾ നടപടി എടുത്തില്ല. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ഇത്രയും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗവൺമെന്റ് എന്ത് നടപടി എടുത്തു എന്നാണ് നിങ്ങൾ ആദ്യത്തെ ചോദ്യം വരാൻ പോകുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മറ്റു ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശക്തമായ താക്കീതാണ്. അത് ഗവൺമെന്റ് നയത്തിന് വിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്ന ഏത് കൊടികെട്ടിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കാൻ ഈ ഗവൺമെന്റ് ഒരു മടിയും കാണിച്ചിട്ടില്ല. അപ്പൊ അക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഈ ചെറിയ കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമണം ഒരു മാനസിക രോഗം പോലെ നമ്മുടെ കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് ശക്തമായ നടപടിയാണ്, അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് ഗവൺമെന്റ് പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിന് ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ലാഘവത്തോടു കൂടി കണ്ട് ഇത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കാതിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായി മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതുകൂടി ഞങ്ങൾ നിർവഹിക്കുന്നത് ഞങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിസ്സഹായത്വം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊരു ഗവൺമെന്റ് ഡിറ്റർമിനേഷനാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വാളയാറിൽ എന്താണ് സംഭവിച്ചത്? വാളയാറിൽ ആദ്യത്തെ പെൺകുട്ടിയുടെ മരണശേഷം രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ മൊഴി പോലും കണക്കിലെടുക്കുവാൻ പോലീസ് തയ്യാറായില്ല. 52 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു. നടപടിയെടുത്താൽ മതിയോ? പോലീസിനെതിരെ നടപടിയെടുത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞോ? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെയും അങ്ങനെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിട്ട് പോലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. അവിടെയും പറയുന്നു നടപടിയെടുത്തു. അല്ല മഞ്ജുഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നടപടി എടുത്തു, അതോ അത് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടി എടുത്ത് നിർത്തിയിട്ടില്ലല്ലോ. പിന്നീട് പ്രതികളെ പിടിക്കുമ്പോൾ അതിനാവശ്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കില്ലേ? മറ്റു മിടുക്കന്മാരും സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് അന്വേഷിക്കില്ലേ? ഇവിടെ ഏത് കേസിലാണ് പ്രതികളെ പിടിക്കാൻ വേണ്ടി അത്രയും കാലാവസ്ഥ ഉണ്ടായത്? എവിടെയാണ് കാലാവസ്ഥ ഉണ്ടായൊരു കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടി ഉണ്ടായിട്ടുണ്ട്. ഒരേ സമയത്ത് നടപടി എടുക്കുകയും അതിനനുസൃതമായ രീതിയിൽ പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നടപടി എടുത്താൽ മതിയോ? നടപടി എടുത്താൽ മതിയോ എന്ന് ചോദിച്ചാൽ നടപടി എടുത്താൽ പോരാ, കാര്യങ്ങൾ നടക്കുകയും വേണം. നടപടി എടുക്കാതിരുന്നാലോ? നടപടി എടുക്കാതിരുന്നുകൊണ്ടായിരിക്കില്ല നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കാൻ പോകുന്നത്. മാധ്യമത്തിന്റെ ചോദ്യത്തെ ഞാൻ അവഗണിച്ചുകൊണ്ട് പറയില്ല. പക്ഷേ ഗവൺമെന്റ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. ശ്രീ കെ ജെ ജേക്കബ് ഇടപെടുകയാണ്. അദ്ദേഹത്തിന് എന്തോ ചോദിക്കാനുണ്ട്. കെ ജെ ജേക്കബ്, എനിക്ക് ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത്, വാളയാറിൽ 2 കുട്ടികൾ മരിച്ചിട്ട് ആകെ കൂടി ഒരു SIയെ മാത്രമായിട്ട് സസ്പെൻഡ് ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നത്. ഒരു SIയെ മാത്രം 2 കുട്ടികൾ മരിച്ചിട്ട് അത് മതിയോ ബഹുമാനപ്പെട്ട മന്ത്രി? അത് മതിയോ? നടപടിയെടുത്ത കാര്യത്തിൽ വലിയ വീരവാദം അടിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരാൾക്കെതിരെ നടപടി മതിയോ എങ്കിൽ? അല്ല മഞ്ജുഷ, നിങ്ങൾ പറയാ ഏത് ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി എടുക്കാത്തത്? നടപടി എടുക്കുന്ന കാര്യം മാത്രമല്ല ശ്രീ വി എസ് ചർച്ച ചെയ്യുന്നത്. വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ചാനൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഗവൺമെന്റ് എന്നാൽ കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് വീരവാദം അടിച്ച് ചെയ്യുന്നുണ്ട്. നടപടിയെടുക്കുന്നുണ്ട്. അത് മാത്രം. ആരെ പിടിച്ചു എന്ന് പറയൂ. കുണ്ടറയിൽ 2 മാസം കഴിഞ്ഞു. കുണ്ടറയിൽ 2 മാസം കഴിഞ്ഞു ഈ പെൺകുട്ടിയുടെ ദുരൂഹ മരണം സംഭവിച്ചിട്ട്. ആരൊക്കെ പിടിയിലായി പറയൂ. മഞ്ജുഷ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ വീരവാദം മുഴക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചെയ്ത കാര്യം പറയുമ്പോൾ വീരവാദം മുഴക്കലാണെന്ന് പറഞ്ഞാൽ അപഹസിക്കാൻ പാടില്ല. ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ, ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ വീരവാദം മുഴക്കലാണെന്ന് പറഞ്ഞ് അപഹസിക്കാൻ പാടില്ല. അതൊരു മാധ്യമ രീതിയല്ല. ഞാൻ പറയുന്നത് ഈ ഇവിടെ നടന്നിരിക്കുന്ന 2 കുട്ടികളുടെ മരണം സംഭവിച്ചു. അവിടെ ഈ 2 കുട്ടികളുടെ മരണത്തിന്റെ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണമാണ് ഗവൺമെന്റ് ആദ്യം മുകളിലേക്ക് എടുക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രി അല്ലല്ലോ നേരിട്ട് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പോലും ഇതിന്റെ വിവരം കിട്ടിയപ്പോഴാണ്. അപ്പൊ മാധ്യമങ്ങളും പലപ്പോഴും പോലീസ് കണ്ടെത്താത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്താറുണ്ട്. മാധ്യമങ്ങൾ കണ്ടെത്താത്ത കാര്യങ്ങൾ വീണ്ടും പരാതിയായിട്ട് വരാറുണ്ട്. അപ്പോഴാണ് പല കാര്യം പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചെന്താണ് അവിടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യേണ്ട ആളുകൾ ചെയ്യാതിരുന്നപ്പോഴാണ് ഭരണാധികാരിയുടെ മുമ്പിൽ വന്നതിന് ശേഷം ഒരു നിമിഷം പോലും മാറ്റിവെച്ചിട്ടില്ലല്ലോ. ശക്തമായ നടപടി എടുത്തില്ലേ? ശ്രീ ബി എസ് സുനിൽകുമാർ ഈ നടപടി ശ്രീ ബി എസ് സുനിൽകുമാർ ഈ കേസിൽ ഈ കുണ്ടറ കേസിൽ ഞാൻ ഇടപെടട്ടെ താങ്കൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഈ കേസിൽ, കുണ്ടറ കേസിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയതാണ്. ഈ കേസ് അന്വേഷണം എങ്ങും നടക്കുന്നില്ല എന്ന്. പക്ഷേ 2 മാസത്തിന് ശേഷം മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ്, ഇതൊരു വിവാദമായ ശേഷമാണ് 2 ദിവസം കൊണ്ട് പോലീസ് പൊടുന്നനെ ആവേശം കാണിച്ചിപ്പോൾ ഏതാനും പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 2 മാസം പോലീസിന് ഈ ആവേശമില്ലായിരുന്നു. അത് ഈ നടപടിയിൽ മാത്രം തീരുമോ? പോലീസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അപ്പുണ്ടാക്കുന്ന പോലീസല്ല. കാലങ്ങളായി ഇവിടെ ഉള്ള പോലീസാണ്.
ഈ പോലീസിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പോലീസ് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പല രീതിയിൽ ആഗ്രഹത്തോടു കൂടി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതേസമയത്ത് വളരെ ജാഗ്രതയോടുകൂടി പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഇത് കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാതൃകയാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ തലങ്ങും വിലങ്ങും ഗവൺമെന്റ് നടപടി എടുക്കുമ്പോൾ പല അസംതൃപ്തി ഉണ്ടാകാം. പോലീസിന്റെ ഒരു കാര്യം മനസ്സിലായി ശ്രീ VS സുനിൽകുമാർ, അതായത് നടപടി ഉണ്ടാകും, നടപടി എടുത്തത് കൊണ്ട് എല്ലാമാകും. ശ്രീ KJ ജേക്കബ്, തൃപ്തികരമാണോ ശ്രീ VS സുനിൽകുമാറിന്റെ ഈ വാദഗതികൾ, മന്ത്രി VS സുനിൽകുമാറിന്റെ ഈ വാദഗതികൾ? എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സർ, വാളയാറിൽ ആകെ കൂടി ഒരു SIA മാത്രമാണ് നമ്മൾ ഇതുവരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആകെ ഒരു SIA മാത്രം. 2 കുട്ടികൾ മരിച്ച കേസാണ്. അത് മതിയോ? അതിൻ്റെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർ ആൻസറബിളായി നമ്മുടെ നാട്ടുകാരോട് പറയേണ്ടതില്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹലോ, മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് ശ്രീ KJ ജേക്കബിന്റെ ചോദ്യം. അത് മാത്രമാണോ ശ്രീ KJ ജേക്കബ് അസംതൃപ്തി? ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ്. ഓരോ ഉദ്യോഗസ്ഥന്മാരെതിരെയും നടപടി എടുക്കുന്നതിന്റെ നടപടിക്രമം അനുസരിച്ച് കൃത്യമായ നടപടി ഉണ്ടാവും. നടപടി മാത്രം പോരല്ലോ, കാര്യം കൃത്യമായി നടക്കുന്നതാണ് പറയുന്നത്. നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു രീതിയിലും ഒരാളെ മുഖം നോക്കിയല്ല ഗവൺമെന്റ് നടപടി എടുക്കുന്നത്. നടപടി എടുക്കേണ്ട സമയത്തോട് എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഇനി DGPയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ആ DGP സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം തന്നെ ഗവൺമെന്റിന്റെ. ഏത് ഉദ്യോഗസ്ഥൻ സമ്മന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് ഗവൺമെന്റ് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം ഗവൺമെന്റ് നടപടി എടുക്കാൻ മടിച്ചിട്ടില്ല ഈ ഗവൺമെന്റ്. മുമ്പത്തെ ഗവൺമെന്റുകളൊക്കെ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. എന്താണ് സംഭവിച്ചത് നമുക്കറിയാമല്ലോ. ആ കാലഘട്ടങ്ങളിൽ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഗവൺമെന്റ് ഇതെല്ലാം പറഞ്ഞ് വീരവാദം മുഴക്കി രക്ഷപ്പെടുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. പിണറായി വിജയൻ നേരത്തെ കൊടുക്കുന്ന ഈ ഗവൺമെന്റിനകത്ത് യാതൊരു ഭയവും ഇല്ലാതെ കാര്യങ്ങൾ ഒരു സെക്കൻഡ് കൂടി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും എന്തോ ചോദിക്കുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ഇടപെടുകയാണ്, അതുകൊണ്ട് നിർത്താം നമുക്ക്. ബഹുമാനപ്പെട്ട സുനിൽ ഇപ്പൊ മന്ത്രിയാണ്, നമുക്കൊരു നല്ല ഡിബേറ്ററെ നഷ്ടപ്പെട്ടു. ഇപ്പോ കേരളം കോൺഗ്രസ് UDF ഭരിച്ചിരുന്നു. ഈ സംഭവം UDFന്റെ കാലത്താണ് നടന്നതെങ്കിൽ എനിക്ക് സുനിൽകുമാറിന്റെ ഒരു ആവേശം കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ മനസ്സിലായില്ലേ? ഒറ്റ കാര്യം ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ DGP അല്ല ഇപ്പോഴത്തെ DGP. കുണ്ട്ര CI ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ CA അല്ല, SI അല്ല, DYSP അല്ല, SP അല്ല, എല്ലാം ഈ ഗവൺമെന്റ് വെച്ചവരാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സുരേന്ദ്രനാണ് ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത്. ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോഴും ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യുമ്പോഴും സുരേന്ദ്രൻ തന്നെ SP. ആ സുരേന്ദ്രൻ അന്വേഷിച്ചാൽ എവിടെയാ നീതി കിട്ടുന്നത്? അങ്ങേരും ഇതിനൊരു ഭാഗമാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്, സമയമില്ല, അതുകൊണ്ടാണ്. സുനിൽകുമാർ അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. അതാണ് ഈ നടപടി എടുത്തു എന്ന വീരവാദവും പറയേണ്ട എന്ന കാര്യം ഞാൻ പറഞ്ഞത്. ശരി, നന്ദി ശ്രീ VS സുനിൽകുമാർ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും